ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷെ എനിക്കത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇന്ന് ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രൗണി കുനാഫയാണ്. നമുക്കിപ്പോൾ കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് കുനാഫ. അത് പല രീതിയിൽ, ആദ്യം നോർമൽ ഒരു ചീസൊക്കെ ഉള്ള സാധാ കുനാഫയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുനാഫയുടെ വെറൈറ്റീസാണ്. ബിസ്കോഫ് കുനാഫ, പിസ്താഷ്യോ കുനാഫ, പിസ്താഷ്യോ വൈറ്റ് കുനാഫ, അങ്ങനെ അതേപോലെ ഒരുപാട് സൈൻ ലബനൊക്കെ വന്നേ പിന്നെ വെറൈറ്റി സാധനങ്ങളാണ്. അപ്പൊ ഞാനും കുനാഫ വെച്ച് കുറെ അങ്ങ് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഞാൻ ബ്രൗണി കുനാഫ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഈ പിസ്താഷ്യോ കുനാഫ, അതേപോലെ തന്നെ കുനാഫ ജാറുകൾ, അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്കൊരു ട്രൈ ആയാലോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഇത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ഞാൻ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ റെസിപ്പി ഒന്നും പറയുന്നില്ല, ഈ കാണുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ട് കുനാഫയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്യാനും എല്ലാം ഇപ്പം അത്യാവശ്യം കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. കാര്യം നമുക്കിപ്പോൾ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ബ്രൗണി ആണെങ്കിലും ഉണ്ടാക്കാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു 10-15% ആൾക്കാർ ബ്രൗണീസ് കഴിക്കാത്തവരുണ്ടാവും. ചിലവർക്ക് ബ്രൗണി അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഞാൻ ഫഡ്ജ് ബ്രൗണിയുടെ ഒക്കെ ആളാണ്, ഞാൻ കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഇങ്ങനെ ബ്രൗണി ഉണ്ടാക്കും. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ബ്രൗണിയുടെ. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബ്രൗണി ഉണ്ടാക്കാനുള്ള റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ കമന്റിൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് റെസിപ്പീസിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടും പിന്നെ വീഡിയോ കുറെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തത്. കാര്യം നമുക്ക് ഈ ബ്രൗണി ഉണ്ടാക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടുമ്പോൾ ഒരുപാട് വലിയ ലോങ് വീഡിയോ ആവും, അപ്പം നമുക്ക് ബോറടിക്കും അല്ലേ? നമുക്ക് ചെറിയ വീഡിയോസ് ഒക്കെ കാണാനാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതുപോലും കളയാതെ നല്ല രീതിയിൽ ബ്രൗണിയുടെ ബാറ്റർ തോണ്ടി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ബൗളും സ്പാച്ചിലും ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ബേക്കേഴ്സ് ഒക്കെ ഇത് വാങ്ങുന്നതെന്നുള്ളത്. കാര്യം നമുക്ക് ഒരുപാട് ബാലൻസ് വന്ന് വെറുതെ ഇങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി കളയുമ്പോൾ അത് പോകും. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇതേപോലത്തെ ബൗളും ഈ സ്പാച്ചുലാസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേസ്റ്റ് വരില്ല സാധനങ്ങൾ. അതെ ബ്രൗണി സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രൗണി. പിന്നെ ഒന്നുമില്ല കേട്ടോ. അതേ ബ്രൗണി കട്ട് ചെയ്ത് ഞാനൊരു ജാറിലേക്ക് വെച്ചു. കുനാഫ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ റോസ്റ്റ് ചെയ്തിട്ട് പിസ്താഷ്യോ ബട്ടർ, ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബട്ടറാണ്, അതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതേ ഒന്ന് സെറ്റാക്കി സംഭവം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറയണല്ല, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്. റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടണം. അപ്പോൾ ബൈ.